കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഈ രാത്രിയിൽ ദൈവവചനം പഠിപ്പാനായി കർത്താവ് നമ്മെ ഒരുമിച്ച് കൂട്ടിവരുത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വന്നിരുന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം തുടർച്ചയായിട്ട് പഠിപ്പാൻ ദൈവം നമ്മെ ഈ ദിവസങ്ങളിൽ സഹായിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൽ ഇന്ന് ശേഷമുള്ള 5-ാം അധ്യായത്തിൽ അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ, അവസാന വാക്യങ്ങൾ ഒരുമിച്ച് നമുക്ക് ചിന്തിക്കുകയും പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ പഠനം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കുവാൻ കഴിയും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ആകയാൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ നമുക്ക് തുടരും. ആ വേദഭാഗം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളല്ലോ, അതുകൊണ്ട് ദയവായിട്ട് ആ വേദഭാഗം നമുക്ക് ഒരുമിച്ച് വായിക്കാം. സഹോദരന്മാരൊരാൾക്ക് നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് സഹോദര വർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത് ആകുന്നു. ആമേൻ. നിങ്ങളെ പ്രബോധിപ്പിച്ച് നിങ്ങൾ ഈ നിൽക്കുന്ന ദൈവത്തിന്റെ സത്യകൃപയിൽ ആകുന്നു എന്ന് സാക്ഷീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ സഹോദരൻ എന്ന് നിരൂപിക്കുന്ന സിൽവാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ സഹവൃതനായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. സ്നേഹ ചുംബനത്താൽ തമ്മിൽ വന്ദനം ചെയ്യുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. ഈ അവസാന ഭാഗം കഴിഞ്ഞ ആഴ്ചയിലെ മുകളിലുള്ള വാക്കുകൾ തക്ക സമയത്ത് കർത്താവ് ഉയർത്തേണ്ടതിനായിട്ട് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പാനുള്ളതാകുന്ന ആഹ്വാനം നമ്മൾ കണ്ടു. 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും കർത്താവിൻ്റെ മേലിട്ടുകൊള്ളുവീൻ എന്നുള്ളതാകുന്ന പ്രബോധന വചനം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഈ 8-ാമത്തെ വാക്യം മുതൽ അതിനോട് ബന്ധപ്പെട്ട് തന്നെ പുതിയൊരു വിഷയത്തിലേക്ക് പെട്ടെന്ന് പത്രോസ് അപ്പോസ്തലൻ പ്രവേശിക്കുകയാണ്. ഇവിടെ സ്പിരിച്വൽ വാച്ച്ഫുൾനെസ് എന്നുള്ളതാകുന്ന വിഷയമാണ് അടുത്ത 2 വാക്യങ്ങളിൽ 8 മുതൽ 11 വരെ ഉള്ളതാകുന്ന വാക്യങ്ങളിൽ, വിശേഷിച്ച് 8-9 വാക്യങ്ങളിൽ ആത്മീകമാകുന്ന ഉണർവിനെ കുറിച്ച്, ഉണർന്നിരിക്കേണ്ടതിനെ കുറിച്ച് നമ്മളവിടെ വായിക്കുക. ദൈവമക്കള് കർത്താവിൻ്റെ മേൽ അവരുടെ ഭാരങ്ങൾ ഇടുന്നതിനെ കുറിച്ച് പത്രോസ് പറഞ്ഞത് ഉടനെ പെട്ടെന്ന് താൻ പറയുന്നതാകുന്ന ഒരു വിഷയം വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ കർത്താവിൻ്റെ മേൽ ഭാരങ്ങൾ ഇടുമ്പോൾ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് ഒരു വേക്കപ്പ് കോൾ, ഉണരുവീൻ, ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ. അതിൻ്റെ കാരണം നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു നടക്കും. അപ്പോൾ ഉടനെ തന്നെ ഒരു കെട്ടഴിഞ്ഞ അല്ലെങ്കിൽ അലഞ്ഞു നടക്കുന്ന ഒരു സിംഹം എന്നതുപോലെ, സിംഹമെന്നല്ല പിശാചിനെ വിളിച്ചിരിക്കുന്നത്, അലറുന്ന സിംഹം എന്ന പോലെ എന്ന് പറഞ്ഞാൽ ഒരു അലങ്കാര പ്രയോഗം മാത്രം. പിശാചിനെ സിംഹമെന്നൊന്നും വിളിച്ചിട്ടില്ല.
നമ്മുടെ കർത്താവിനെ വിളിച്ചിട്ടുണ്ട് യഹൂദാ ഗോത്രത്തിലെ സിംഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിശാചിനെ സിംഹം എന്ന് പറഞ്ഞിട്ടില്ല. പിശാചിനെ അലറുന്ന സിംഹം എന്നതുപോലെ എ ലയൺ ഈസ് ഓൺ ദ പ്രൗൾ. അപ്പോൾ അങ്ങനെ അത് പറയുവാൻ ആ ഒരു മെറ്റഫർ, ഒരു അലങ്കാര പ്രയോഗം ഉപയോഗിക്കാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിംഹം കെട്ടഴിഞ്ഞ് നടക്കുന്നുവെങ്കിൽ പുറത്ത് നടക്കുന്ന ഒരാള് വളരെ ശ്രദ്ധാലുവായിരിക്കും, വളരെ കെയർഫുൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു കെയർഫുൾനെസ്, ഉള്ളത്തെ വാക്യത്തിൽ കാസ്റ്റ് യുവർ കെയർ ഓൺ ദ ലോർഡ് എന്ന് പറഞ്ഞിട്ട്, നിങ്ങളുടെ ഭാരം കർത്താവിൻ്റെ മേൽ ഇടുവേൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയാം ബി കെയർഫുൾ. കർത്താവിൻ്റെ മേൽ ഭാരം ഇട്ടുകൊള്ളുക, പക്ഷെങ്കിൽ അറ്റ് ദ സെയിം ടൈം, അതേ സമയം നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ ജാഗരൂകരായിരിക്കണം, ഉണർന്നിരിക്കണം, നിർമ്മതരായിരിക്കണം. നിർമ്മതരായിരിക്കുക എന്നുള്ളതാകത്തെ ആ പ്രയോഗം നമ്മൾ നേരത്തെ 2 പ്രാവശ്യം കണ്ടു. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും എന്ന് 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. സുബോധമുള്ളവരാകുക, നിർമ്മതരാകുക. നിർമ്മതരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻടോക്സിക്കേഷൻ അല്ലെങ്കിൽ വീഞ്ഞു കുടിച്ച് മത്തരാകുന്നതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള അർത്ഥമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബോധത്തോടെ, സുബോധത്തോടെ ആയിരിക്കുക. ഒരു സിംഹം അലറി നടക്കുന്നുണ്ടെങ്കിൽ ആരും വീഞ്ഞു കുടിച്ച് നിയന്ത്രണമില്ലാത്ത നിലയിൽ ആരും എന്ത് ചെയ്യുകയില്ല, പുറത്തിറങ്ങി നടക്കുകയില്ല. ആ ഒരു പിക്ചറാണ് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ നൽകുന്നത്. കാരണം ബി ഓൾവേസ് അലേർട്ട്, ബി ഓൾവേസ് വാച്ച്ഫുൾ ഫോർ ദ എനിമി ഓഫ് യുവർ സോൾ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുകയും, അപ്പോഴങ്ങനെ നടക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ബി അലേർട്ട്, ബി വാച്ച്ഫുൾ, ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്. ഈ പിശാചിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പ്രധാനമായിട്ട് 2 എക്സ്ട്രീം ചിന്തകൾ ദൈവമക്കളുടെ ഇടയിൽ വരാറുണ്ട്. ഇപ്പം തന്നെ ഞാൻ ഈ ഓവർ ആൻഡ് ഓവർ ഒരുപാട് പറഞ്ഞതുകൊണ്ട്, അല്ലായിരുന്നുണ്ടെങ്കിൽ കർത്താവിനെ കുറിച്ച് പറയുന്നതിനേക്കാളും പിശാചിൻ്റെ പേര് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും ഒന്ന് അലേർട്ടായനെ. അത് നമ്മുടെ ഇവിടെ ആ ഒരു പ്രയാസം അങ്ങ് മാറി, നമ്മൾ കൂളായിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എങ്കിലും നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 2 പ്രതികരണങ്ങളാണ് പൊതുവെ ദൈവമക്കളുടെ ഇടയിൽ ഉണ്ടാകാറുള്ളത്. 2 എക്സ്ട്രീമാണ്. ഒരു എക്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടതും പിടിച്ചതും എല്ലാം പിശാച്, എല്ലാം പിശാച്. കാറിൻ്റെ ടയർ പഞ്ചറായാൽ അതിൻ്റെ കുറ്റം പിശാചിന്. ട്രാഫിക് ജാം ഉണ്ടായാൽ അത് പിശാചിന്. സഹായത്തിന് വരാൻ വേണ്ടി അലാം വെച്ചു, കേട്ടില്ലെങ്കിൽ അതിൻ്റെ കുറ്റം പിശാച്. പക്ഷെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി അലാം കേൾക്കുമെന്നുള്ളത് വേറൊരു സത്യം. പക്ഷേ തൊട്ടതിനും പിടിച്ചതിനും എല്ലാറ്റിൻ്റെയും പുറകിൽ പിശാചാണ്, പിശാച്, പിശാച്. ഞാൻ ഈ പിശാചിന് വേണ്ടി വക്കാലത്ത് പറയുകയൊന്നുമല്ല. പിശാച് ഒരുപാട് കാര്യങ്ങൾ ദൈവമക്കൾക്കെതിരെ ചെയ്യുമെന്ന് വേദപുസ്തകം തന്നെ പഠിപ്പിക്കുന്നു, ഇല്ലേ? നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, രാപ്പകൽ നമ്മുടെ സഹോദരന്മാരെ അപവാദം പറയുന്ന അപവാദി 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ 1-2 തവണ അവിടെ വരണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ പിശാച് എന്ത് ചെയ്തു? എന്നെ തടഞ്ഞെന്ന്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പിശാചിന് ഒരിക്കലും ദൈവമക്കളെ ദൈവത്തിൻ്റെ അറിവും അനുവാദവും ഇല്ലാതെ തടയാൻ പറ്റുകയില്ല. ദൈവത്തിൻ്റെ അനുവാദത്തോടുകൂടെ
പിശാച് ദൈവമക്കളെ തടയുന്നുവെങ്കിൽ അതിന് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ഉദാഹരണത്തിന് ആ തെസ്സലോനിക്ക ലേഖനത്തിനെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ, തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക 2-ാം അധ്യായത്തില്, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 17-ാമത്തെ വാക്യത്തിലാണ് പൗലോസ് പറയുന്നതാകുന്ന ഒരു കാര്യം. ആണോ? 17-ാമോ? വായിച്ചേ. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ തെസ്സലോനിക്കരോട് പറയുകയാണ്. കാരണം നമ്മൾ തെസ്സലോനിക്കയിലെ ആ സിറ്റുവേഷൻ അതിലോട്ടൊന്നും പോകുന്നില്ല, എങ്കിലും ഒരു വാക്കിലങ്ങ് പറയട്ടെ. പെട്ടെന്ന് താൻ ഓടിപ്പോകേണ്ടതാകുന്ന ഒരു സിറ്റുവേഷൻ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 2-3 ആഴ്ചകൾക്കുള്ളിൽ അവിടെ അത്രയും മാത്രമേ അവിടെ പാർക്കാൻ കഴിഞ്ഞുള്ളൂ. പെട്ടെന്ന് ബെരോവയിലേക്ക് പോയി, ബെരോവയിൽ നിന്ന് നേരെ ഏതൻസിലേക്ക് പോയി, അഥേനയിലേക്ക് പോയി. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം. അപ്പോഴങ്ങനെയുള്ളതാകുന്ന ഒരു സാഹചര്യത്തിൽ പൗലോസിന്റെ പെട്ടെന്നുള്ള ആബ്സെൻസും ആ ആബ്സെൻസിൽ അവർക്കുണ്ടായ തെറ്റിദ്ധാരണകൾക്ക് ഒരു പരിധിവരെ പരിഹാരം വരുത്തുവാൻ വേണ്ടിയൂടെയാണ് തെസ്സലോനിക്ക ലേഖനം എഴുതിയത്. അപ്പോൾ ആ തെറ്റിദ്ധാരണകൾക്ക് പരിഹാരം വരുത്തേണ്ടതിന് പൗലോസ് ചിന്തിച്ചു, എന്നാൽ ഞാൻ നേരിട്ട് അങ്ങോട്ടങ്ങ് പോയേക്കാമെന്ന് ചിന്തിച്ചു. കാരണം നേരിട്ട് എന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളോട് കരുതലില്ലാഞ്ഞിട്ടല്ല ഞാൻ ഓടിപ്പോയത്, എനിക്ക് അങ്ങനെ പോകേണ്ടി വന്നത് കൊണ്ടാണ് എന്നൊക്കെ പറയാം എന്നായിരിക്കാം താൻ കരുതിയത്. അങ്ങനെ 1-2 തവണ അവിടെ വരാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? വിചാരിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? എന്നാൽ സാത്താൻ ഞങ്ങളെ എന്ത് ചെയ്തു? തടഞ്ഞു. സാത്താൻ ഞങ്ങളെ തടഞ്ഞെന്ന് പൗലോസ് പറയുക. അപ്പോസ്തലനാകുന്ന പൗലോസിനെ പോലെ ഒരാളെ തടയാൻ സാത്താന് പറ്റുമോ? പറ്റും, ദൈവം അനുവദിച്ചാൽ. അപ്പൊ ദൈവം അനുവദിച്ചിട്ട് പിശാച് എന്ത് ചെയ്തു? പൗലോസിനെ തടഞ്ഞു. അപ്പൊ ദൈവത്തിന് പിശാചിനെ കൊണ്ട് പൗലോസിനെ തടയുവാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ പിന്നെ ദൈവത്തിന് എന്തുണ്ടായിരുന്നു? ഒരു പദ്ധതിയുണ്ട്. ഉദാഹരണത്തിന് 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, സാത്താന്റെ ദൂതനെ കുത്താൻ വേണ്ടി പൗലോസിനെ ഏൽപ്പിച്ചു. പൗലോസിനെ കുത്താൻ വേണ്ടി ഒരു സാത്താന്റെ ദൂതനോട് പറഞ്ഞു. പക്ഷെങ്കിൽ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെ തന്നെ ആ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, വെളിപ്പാടുകളുടെ ആധിക്യ നിമിത്തം ഞാൻ അതിയായിട്ട് നിഗളിച്ചു പോകാതിരിക്കാൻ. അപ്പൊ അതായിരുന്നു ഉദ്ദേശമെന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. അത് നോക്കണം. നിഗളി, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും അഹങ്കാരിയാകുന്ന ഒരുത്തനെ കൊണ്ടാണ് തൻ്റെ ദാസന്റെ അഹങ്കാരം, അവൻ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചത്. അപ്പൊ ദൈവത്തിന് പിശാചിന്റെ ദൈവം അനുവദിക്കുന്ന പ്രവർത്തനങ്ങളിലും ദൈവം ആ കൺട്രോൾ എന്നുള്ളത് ദൈവമക്കൾ മറന്നുപോയി. മനസ്സിലാക്കണേ, ആരുടെ കൺട്രോളില്ല? ദൈവത്തിന്റെ കൺട്രോളില്ല. അല്ലാതെ ദൈവത്തിന്റെ പരിധിക്കപ്പുറമല്ല പിശാച്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയെങ്കിൽ പിശാച് പൗലോസിനെ തടഞ്ഞെങ്കിൽ അങ്ങോട്ട് വരാൻ പറ്റാത്തത് കൊണ്ടാണ് പൗലോസ് എന്ത് ചെയ്തത്? ലേഖനം എഴുതിയത്. ഇല്ലേ? അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്തത് കൊണ്ട് താൻ എന്ത് ചെയ്തു? ഇപ്പൊ വരാൻ പറ്റുകയില്ല. പിശാച് ഞങ്ങൾ എന്ത് ചെയ്തു? തടഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ഒരു ലേഖനം എഴുതി. അതാ 1 തെസ്സലോനിക്ക ലേഖനം. ഈ 1 തെസ്സലോനിക്ക ലേഖനം ദൈവസഭയെ ഉറപ്പിക്കുന്നത് പോലെ, പ്രത്യാശ നൽകുന്നത് പോലെ എത്ര അത്ഭുതകരമാകുന്ന കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പൊ ആത്യന്തികമായിട്ട് പിശാചിനോട് കർത്താവ് പറഞ്ഞു, എന്റെ ദാസൻ അങ്ങോട്ട് പോകാൻ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, അതങ്ങ് തടഞ്ഞേക്കാൻ പറഞ്ഞു. പിശാചിന് വേറെ ഒരു വഴിയുമില്ല. അവൻ ഇത് അറിയാമായിരുന്നെങ്കിൽ, പക്ഷെ അവൻ അറിയത്തില്ല ദൈവം എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. പിശാചിന് അറിയത്തില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ അറിവിലും അനുവാദത്തിലും ദൈവം പിശാചിനെ ചിലത് ചെയ്യുവാനായിട്ട് അനുവദിച്ചാൽ അതിനൊരു നല്ല ഗുണമുണ്ട്. നമ്മൾ ഒരിക്കലും ഇപ്പൊ തെസ്സലോനിക്ക ലേഖനം സത്യത്തിൽ എഴുതപ്പെടാൻ കാരണമായത് പൗലോസിന് തെസ്സലോനിക്കയിലേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? അതിന്റെ ഫലമായിട്ട് ആ ലേഖനത്തിലല്ലേ കർത്താവ് താൻ ഗംഭീര നാദത്തോടും അത്ര ആശ്വാസം. എന്നിട്ട് താഴെ പറയുന്നത് എന്താ? ഈ വചനങ്ങളാൽ പ്രിയപ്പെട്ടവരെ
ഒരു ചെറിയ തടസ്സം പിശാചിനെ കൊണ്ട് ചെയ്തപ്പോൾ ദൈവം എത്ര ആയിരങ്ങളെ ഇന്നും ആശ്വസിപ്പിക്കുന്നു, എത്ര ആയിരങ്ങൾക്കായിരുന്നു പ്രത്യാശ നൽകുന്നത്. കർത്താവിന്റെ വരവിന് വേണ്ടിയിട്ടുള്ള ആ പ്രത്യാശ. അപ്പൊ ദൈവത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിലാ പിശാചിന്റെ എല്ലാ പ്രവർത്തനങ്ങളും. നമ്മൾ മറന്നുപോകരുത്. അവൻ അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ, അല്ലെങ്കിൽ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റും നടക്കുന്നു. പക്ഷെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, we need only to be alert. നിർമ്മതരായിരിപ്പീൻ. പിന്നെന്ത് ചെയ്യണം? ഉണർന്നിരിപ്പീൻ. അതിന്റെ കാരണം പ്രതിയോഗിയാകുന്ന പിശാച് അലഞ്ഞു നടക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടേതാകുന്ന മിസ്റ്റേക്കിനെ പിശാചിനെ പഴിചാരരുത്. അതാ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. ഒരു എക്സ്ട്രീമിലേക്ക് പോയി എന്തു ഏതിനും എന്ത് ചെയ്യും? പിശാചിനെ പഴിചാരും. നമ്മുടേതാകുന്ന പാപങ്ങൾ കൊണ്ട് നാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് പിശാചിനെയല്ല പഴിചാരേണ്ടത്. പക്ഷെ അത് പിശാചിനെ പഴിചാരുന്നതിലൂടെ പിശാച് ഏറെക്കുറെ വിജയിച്ചേക്കാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പിശാചിനെ അങ്ങ് പഴിചാരി കഴിഞ്ഞാലേ നമ്മുടെ കാര്യങ്ങൾക്ക് നമുക്കങ്ങ് ബ്ലെയിം എടുക്കണ്ടല്ലോ. അതാ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു എക്സ്ട്രീം നമ്മൾ ഒഴിവാക്കണം. എന്തിനും ഏതിനും തൊട്ടതിനും പിടിച്ചതും എല്ലാം പിശാചാണ്, എല്ലാം പിശാച്. ചിലർ പ്രാർത്ഥിക്കാനിരുന്നാലും പ്രാർത്ഥിക്കുന്നതിന് മുഴുവൻ സമയം പിശാച് പോയി. ഈ പിശാച് അവന്റെ മേൽ നമ്മുടെ അറ്റൻഷൻ അങ്ങ് വെക്കാൻ പഠിപ്പിച്ചേക്കുക ചിലരെ. ഭയങ്കര ഒരു വഞ്ചനയാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനാവുന്ന യേശുവിനെ നോക്കേണ്ടതിന് പകരം ഇപ്പൊ നമ്മുടെ അറ്റൻഷൻ എങ്ങോട്ടാ? അങ്ങോട്ട് പോകണ്ട. പക്ഷെ we need to be alert. അത് നമ്മൾ മനസ്സിലാക്കണം. നാം എന്തിനും ഏതിനും പിശാചിന്റെ പ്രവർത്തനങ്ങളെ നോക്കുന്നതിന് പകരം നമ്മൾ നിർമ്മതരായിരിക്കണം, നമ്മൾ ഉണർന്നിരിക്കണം. മാത്രമല്ല, നമ്മൾ ഈ ദൈവവചനമായിരിക്കണം നമ്മുടെ ബേസിസ്. പിശാചിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുവാനുള്ള മാനുവൽ എന്ന് പറയുന്നത് ദൈവവചനം. നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. സാത്താൻ നമ്മളെ എന്ത് ചെയ്യരുത്? തോൽപ്പിക്കരുത്. നോക്കണം, വാൺ ചെയ്യുകയാണ്. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. കാരണം നിങ്ങൾ ആരല്ല? പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ല എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനമായിരിക്കണം പിശാചിന്റെ പ്രവർത്തനങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുവാനുള്ള ഉറവിടം. വേറെ ഒന്നും ആകരുത്. ഒരുപാട് പോപ്പുലർ ബുക്സ് ഒക്കെ ഉണ്ട്. കുറച്ച് ചിലതൊക്കെ നല്ലതാ, വായിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ അതാകരുത്. നമ്മൾ എല്ലാം പിന്നെ എന്താ പറയുന്നേ, ഓരോ കാര്യത്തിനും ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരാൾ സ്റ്റേജിൽ നിന്ന് പറയുന്നത് കേട്ടോ, അദ്ദേഹത്തിന് എങ്ങാണ്ട് ചെന്നുകൊണ്ടേ അങ്ങ് സിഗരറ്റ് വലിക്കണമെന്ന് അങ്ങ് ഭയങ്കര ചിന്ത. ഇതിൻ്റെ വിളിയോ? ഞാൻ കുറേ നേരം അവിടെ ഇങ്ങനെ വെച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി, ഒരു സിഗരറ്റിന്റെ ആത്മാവ് അവിടെ വ്യാപരിക്കുന്നുണ്ട്. ഞാൻ അതിനെ ശാസിച്ചു. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, ഞാൻ കേട്ടതാ. ഒരിക്കലും ഒരാൾ പറയുന്നത് ഞാൻ കേട്ടതാ. അപ്പൊ ആ ആത്മാവിനെ, സിഗരറ്റിന്റെ ആത്മാവ്, പിന്നെ എന്ത് വേണ്ട, ഇങ്ങനെ ഒത്തിരി ആത്മാക്കളുണ്ട്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം. പ്രിയപ്പെട്ടവരെ, അതല്ല വിഷയം. നിനക്ക് സിഗരറ്റ് വലിക്കണമെന്ന് അവിടെ കടയിൽ വല്ലതും ഇരിക്കുന്നത് കണ്ടപ്പോൾ തോന്നിയെങ്കിൽ അത് വിട്ടങ്ങ് ഓടിയേരും. അവിടെ നിൽക്കണ്ട. നിന്ന് അതേ നോക്കുമ്പോഴല്ലേ ഇത് വലിക്കണമെന്നൊക്കെ തോന്നിയ വിട്ടങ്ങ് ഓട്. അതല്ലേ പറയുന്നത്, വിട്ട് ഓടാൻ പറയുന്നില്ലേ? അപ്പോൾ അതിന് അവിടെ നിന്ന് പിശാചിനെ ശാസിക്കുകയല്ലേ വേണ്ടത്. അത് വിട്ടങ്ങ് ഓടിയേച്ചാ മതി, അത് മതി. എന്നാൽ അതേ സമയം തന്നെ മറ്റൊരു എക്സ്ട്രീമുണ്ട്. മറ്റൊരു എക്സ്ട്രീം എന്താണെന്നറിയാമോ? പിശാചിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു
അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുക. അത് വേറൊരു എക്സ്ട്രീമാണ്. ഈ രണ്ട് എക്സ്ട്രീമും നമ്മൾ ഒഴിവാക്കണം. അതായത് ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ തൊട്ടതും പിടിച്ചതും എല്ലാം പിശാച്, മറ്റൊരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിന്റെ പ്രവർത്തനങ്ങൾ ഇല്ല എന്നുള്ള ചിന്ത. അങ്ങനെയല്ല, പിശാചിന്റെ പ്രവർത്തനങ്ങളുണ്ട്. പിശാച് പ്രവർത്തിക്കും, ഭൂതങ്ങൾ പ്രവർത്തിക്കും, ഭൂതങ്ങളുടെ ബാധയുണ്ടാകും. ഇതെല്ലാം ഉണ്ട്. അത് വളരെ റിയൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് നമ്മൾ ഈ രണ്ട് എക്സ്ട്രീമും ഒഴിവാക്കിയിട്ട് ദൈവത്തിന്റെ വചനം എന്നോ പറയുന്നു, അത് നമ്മളങ്ങ് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കണം. നമ്മൾ ചിന്തിക്കണം. ഒരിക്കലും ഞാൻ പേര് പറയുന്നില്ല, പേര് പറയാതെ ഞാൻ പറയട്ടെ. ആ പ്രിയപ്പെട്ടവന് അദ്ദേഹം ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുന്നത്. ഞാൻ സ്ഥലവും ഞാൻ പറയുന്നില്ല. ഒരു സഭയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ഇന്ന് ഹീസ് നോ മോർ നൗ. അദ്ദേഹത്തിന് ഞാൻ പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോഴും ഒരു സഭയിൽ മലയാളത്തിൽ അദ്ദേഹം പറഞ്ഞു, ദൈവമക്കളെ, പിശാചിനെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഫുട്ബോൾ തട്ടുന്നത് പോലിട്ട് തട്ടണം. ഞാൻ അതുപോലെ പരിഭാഷപ്പെടുത്തിയില്ല. അതിന് അദ്ദേഹത്തിന് മലയാളം അറിയാവുന്നയാളാണ്. എന്നെ പിന്നെ പകുതി വെച്ച് നിർത്തി. ഇദ്ദേഹത്തെ പറ്റുകയില്ലെന്ന് പറഞ്ഞ് എന്നെ മാറ്റിയിട്ട് വേറൊരാളെ വെച്ചു. വേറൊരാളെ വെച്ചില്ല. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ബ്രോക്കൺ മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹം പറയുന്നത് ഞാൻ പറയുന്നില്ല എന്ന് തോന്നിയപ്പോൾ. എനിവേ, അതൊരു പക്ഷേ തെറ്റായിരിക്കാം. ഞാൻ എൻ്റെ കാര്യം പരിഭാഷപ്പെടുത്തുക എന്നുള്ളതല്ലേ. പക്ഷെ എനിക്കെന്തോ അത് പറയാൻ തോന്നിയില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ നമ്മൾ പിശാചിനെ ഇട്ട് തട്ടണം, പിശാചിനെ ഇടിക്കണം, പിശാചിനെ ചവിട്ടണം, ബോള് തട്ടുന്നത് പോലെ അവനെ നമ്മൾ തട്ടിക്കളിക്കണം. അന്ന് ഞാൻ ബൈബിൾ സ്കൂളിൽ കഴിഞ്ഞ സമയം അത്ര ദൈവവചനം അത്രയൊന്നും അറിയത്തില്ല. എങ്കിലും ഇദ്ദേഹം പറയുന്നത് തെറ്റാന്നുള്ള, പണ്ടായിട്ട് പറഞ്ഞ പോലെ സുറിയാനി അറിയത്തില്ലേലും തെറ്റിച്ചാൽ അറിയാമെന്ന് പറഞ്ഞ പോലെ ഒരു സിറ്റുവേഷനിലായിരുന്നു അന്ന് ഞാൻ. ഇദ്ദേഹം പറയുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. എന്നാൽ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. പ്രധാന ദൂതനാകുന്ന യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് തർക്കിച്ച് വാദിക്കുമ്പോൾ എന്താ പറഞ്ഞേ? ദൂഷണവിധി. ഒരു ദൂഷണവിധിയും പിശാചിനെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിനൊന്നും വേദപുസ്തകത്തിൽ അടിസ്ഥാനമില്ല. നമ്മൾ വായിക്കുന്നത് എന്താ? ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ. പിശാചിനെ അങ്ങനൊന്നും വിളിക്കാനൊന്നും വേദപുസ്തകം അനുവദിക്കുന്നില്ല. അത് വേദപുസ്തകത്തിൽ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയല്ല നമ്മൾ വായിക്കുന്നത്. പിശാചിനോട് എതിർത്ത് നിൽക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അവനെ വേണ്ടാത്ത പേരൊന്നും വിളിക്കാനൊന്നും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അവനോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേസമയം മനസ്സിലാക്കണം, അവന് ശക്തിയുണ്ട്. പിശാചിന് നിശ്ചയമായിട്ടും ശക്തിയുണ്ട്. എന്നാൽ അതേ സമയം തന്നെ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞേച്ച് അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന് ശക്തിയുണ്ട്, പക്ഷെ കർത്താവ് ആരാ? ഓൾമൈറ്റിയാ. അമിതബലമുണ്ട്. അമിതബലത്തിൽ എന്ത് ചെയ്യണം? ശക്തിപ്പെടുവിൻ. അപ്പോ പിശാചിന് ശക്തിയുണ്ട്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ അതേ സമയം ഹീസ് എ ഡിഫീറ്റഡ് ഫോർ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പിശാച് ആരാ? ഒരു പരാജയപ്പെട്ട എനിമിയാണ്. കർത്താവിന്റെ ക്രൂശിൽ അവന്റെ ഡൂം സീൽ ചെയ്തത്, അവന്റെ വിധി എന്തെന്നുള്ളത് സീൽ ചെയ്തതാണ്. ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. അവരുടെ മേൽ എന്ത് ചെയ്തു? ജയോത്സവം കൊണ്ടാടി. അവരെ എന്ത് ചെയ്തു? പരസ്യമായ
കാഴ്ചയാക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പിശാചിന് ശക്തിയുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷെങ്കിൽ അവൻ ഒരു ഡിഫീറ്റഡ് ഫോയാണ്, ഒരു പരാജയപ്പെട്ട ശത്രുവാണ്. അതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. ഈ പ്രതിയോഗിയാകുന്ന പിശാച് എന്താ സത്യത്തിൽ ചെയ്യുന്നത്? അവൻ പല കാര്യങ്ങൾ ചെയ്യും. അവൻ പല കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മെ ഡിസപ്പോയിന്റ് ചെയ്യുക എന്നുള്ളത് പിശാചിന്റെ ഒരു തന്ത്രം. നമ്മൾ ആ 9-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, 9-ാമത്തെ വാക്യം ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരങ്ങളെ ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ലോകത്തിൽ എല്ലാ ദൈവമക്കളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എന്ത് ചെയ്യുകയാണ്? അവര് കഷ്ടപ്പാടുകളിൽ കൂടെ കടന്നു പോവുകയാണ്. യു ആർ നോട്ട് എലോൺ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. പക്ഷെ പിശാച് വന്നെന്തോ പറയും, നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമ്മുടേതാ, നിനക്ക് മാത്രം ഇതെന്താ ഇങ്ങനെ, നീ എന്നാ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത്. നോക്കി, അതൊക്കെ പൈശാചികമാകുന്ന ചിന്തകളാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കല് ഏലിയാവ് എന്ന് പറയുന്ന പ്രവാചകൻ അത് പറഞ്ഞതാ, കർത്താവേ, അവര് അങ്ങയുടെ പ്രവാചകന്മാരെ എല്ലാം എന്ത് ചെയ്തു? ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഐ ആം എലോൺ, ഞാൻ എലോണാണ്, ഞാൻ ഒറ്റയ്ക്കാ, ഞാൻ കടന്നു പോകുന്നത് വളരെ പ്രയാസകരമാകുന്ന ഒരു ചുറ്റുപാടാണ് എന്ന് ഉള്ളതാകുന്ന ചിന്താഗതി അത് പിശാച് കൊണ്ടുവരും. അങ്ങനെ മാനസികമായിട്ട് നമ്മളെ തകർക്കും. അങ്ങനെയൊക്കെ ഉള്ളതാകുന്ന ഒരുപാട് തന്ത്രങ്ങൾ പിശാചിനുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന ഒരു കാര്യം എന്താ? വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. അപ്പോൾ പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ അലഞ്ഞു നടക്കുന്നു, ആരെ വിഴുങ്ങേണ്ടു എന്നവൻ ചുറ്റി നടക്കുകയാണ്, ആരെയും കിട്ടിയാ വിഴുങ്ങാൻ വേണ്ടി. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അങ്ങനെ ആ ചുറ്റി നടക്കുന്ന സിംഹം പോലെ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന പിശാചിനോട് എന്ത് ചെയ്യാൻ കഴിയും? എതിർത്ത് നിൽക്കാൻ കഴിയും. ദൈവമക്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? എതിർത്ത് നിൽക്കാനായിട്ട് കഴിയും, റെസിസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. പിശാചിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇതൊരിക്കലും മറന്നു പോകരുത്. ദൈവമക്കളോട് ദൈവത്തിന്റെ വചനം ആവശ്യപ്പെടുന്നത് റെസിസ്റ്റ് ദ ഡെവിൾ. പിശാചിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, നമ്മുടെ ചെയ്തികൾക്ക് അത് പിശാച് ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, അത് എളുപ്പമാണ്. പക്ഷെ അതല്ല, പിശാചിനോട് നമ്മൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. എങ്ങനെ എതിർത്ത് നിൽക്കണം? വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം എന്നുള്ളത് പല സന്ദർഭത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വേദപുസ്തകത്തിലെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കുന്ന സാങ്കല്പിക സ്വപ്നലോകത്തിൽ ജീവിക്കുന്നതല്ല വേദപുസ്തകത്തിലെ വിശ്വാസം. വേദപുസ്തകത്തിലെ വിശ്വാസം വിശ്വാസ യോഗ്യനായ ഒരുവനിൽ ആശ്രയിക്കുന്നതാണ് വേദപുസ്തക വിശ്വാസം. ഒന്നുകൂടെ പറയട്ടെ, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് സങ്കല്പിക്കുന്നതല്ല വേദപുസ്തക വിശ്വാസം. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് സങ്കല്പിക്കുന്നതല്ല വേദപുസ്തകത്തിലെ വിശ്വാസം. വാക്യം ഇവിടെ ഉപദേശിച്ചു, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തു വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അങ്ങനെയാണോ ആ വാക്യം?
അല്ല, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു. അതാ വിഷയം. ഞാൻ എന്തെങ്കിലും സങ്കല്പിച്ചുണ്ടാക്കിയെന്നല്ല, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു. അബ്രഹാമിനെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസികളുടെ പിതാവ്. എന്നാൽ ആ അബ്രഹാമിനെ കുറിച്ച് റോമാലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് അബ്രഹാം 99-ാം വയസ്സിൽ കൊച്ചുണ്ടാകും, അല്ലെ 100-ാം വയസ്സിൽ കൊച്ചിങ്ങനെ ഇത്ര കിലോ ഉണ്ട്, ഇത്ര വെളുത്തതാണ്, അങ്ങനെ ഇങ്ങനെ സ്പെസിഫിക്കേഷൻ ഒക്കെ വരച്ചു വെച്ച് ഇങ്ങനെ ഇരിക്കുകയല്ലായിരുന്നു. പിന്നെന്താ? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. ദൈവത്തെ അബ്രഹാം വിശ്വസിച്ചത്, ദൈവത്തെ വിശ്വസിച്ചു. അത് അവൻ എന്ത് ചെയ്തു? നീതിയായി കണക്കിട്ടു. ദൈവത്തെ വിശ്വസിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായം മുഴുവൻ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഇല്ലാത്ത കാര്യങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കുന്നതല്ലെന്നുള്ളത് വളരെ വ്യക്തമാണ്. അവര് ദൈവത്തെ വിശ്വസിച്ചത് കൊണ്ടാണ് മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാളും അപ്പൊ നോക്കിയേ, ഈ വലിയ വലിയ കാര്യങ്ങൾ ഇവിടെ കിട്ടുന്നതിനെ കുറിച്ചാണ്. ഫറവോന്റെ കൊട്ടാരം അതൊക്കെ ഇങ്ങനെ സങ്കല്പിച്ച് ഗർഭം ധരിച്ചിരിക്കുകയൊന്നുമല്ല. നോ നോ നോ. ദൈവത്തെ വിശ്വസിച്ചപ്പം ദൈവം പറഞ്ഞു, ഇതല്ല നിനക്ക്, വിട്ടുപൊക്കോളാൻ പറഞ്ഞു. ഉടനെ എന്ത് ചെയ്തു? മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനം. പിന്നെ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിനേക്കാളും. ഇന്നത്തെ വിശ്വാസം എന്താ? നീ സങ്കല്പിക്കും, നീ ഇങ്ങനെ പടിപടിയായിട്ട് വെച്ചടി ഇങ്ങനെ ഉയർന്നു കേറുന്നു, ഒന്ന് സങ്കല്പിച്ചേ. അങ്ങനൊന്നുമല്ല. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിനേക്കാളും എന്തുവാ? അപ്പൊ ദൈവത്തെ വിശ്വസിക്കുമ്പം ദൈവം എന്തു പറയുന്നോ അത് കണ്ണുമടച്ച് ചെയ്യുന്നതാണ് ദൈവത്തെ വിശ്വസിക്കുക. അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് സങ്കല്പിക്കുന്നതല്ല വിശ്വാസം. ഇത് വ്യക്തമാക്കാൻ ഞാൻ അപ്പോൾ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽപ്പീൻ എന്ന് പറഞ്ഞാൽ, ഞാൻ പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പോൾ എനിക്കിവനെ തോൽപ്പിക്കാൻ കഴിയുമെന്നല്ല എന്റെ ചിന്ത. പിന്നെന്താ? ഞാൻ വേറൊരുവനിൽ അങ്ങ് ചാരിയേക്കുക. അവിടുന്ന് ആരാ? സർവശക്തനാ. അവിടുന്ന് ഇവനെ എന്റെ പ്രത്യേക സാഹചര്യത്തിൽ തോൽപ്പിക്കാൻ കഴിവുള്ള ഒരുവനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ആശ്രയിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പിശാചിനോട് ചെയ്യുന്നത്, എതിർത്ത് നിൽക്കുന്നത്. വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. യാക്കോബ് അപ്പോസ്തലൻ ഇത് തന്നെയാ പറയുന്നത്. യാക്കോബ് 4:7 എന്ത് ചെയ്യുകയാണ്? അവനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വചനം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ എഫേസ്യ ലേഖനം അതിന്റെ 6-ാം അധ്യായം 10 മുതൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ പിശാചിനോട് എങ്ങനെ എതിർത്ത് നിൽക്കണമെന്നുള്ളതിന്റെ വ്യക്തമാകുന്ന ഒരു ചിത്രമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകമാണ് നമ്മുടെ അടിസ്ഥാനം, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മള് ചിലര് പറയും, അവിടെ വീട് വെക്കൽ, അവിടെ അമ്പലമുണ്ട്. അമ്പലമുണ്ട് എന്താ? അതുകൊണ്ട് നമുക്ക് ഒരു വിഷയമില്ല. അവിടെ ഒരു സഭയോട് പറഞ്ഞത്, സാത്താന്റെ സിംഹാസനം ഉള്ളിടത്താണ് നീ ഇരിക്കുന്നത്. പക്ഷെ നിനക്ക് എന്ത് ചെയ്യണ്ട? അത് മാത്രമല്ല, ഞാൻ അനുവദിച്ചിട്ട് 10 ദിവസം നിങ്ങളെ, അത് സ്മൃതാ സഭയോടെ പറയുന്നത്, മറ്റേത് പെർഗമോ സഭയോടെ പറയുന്നത്, സാത്താന്റെ സിംഹാസനം. സ്മൃതാ സഭയോട് പറയുകയാണ്, 10 ദിവസം നിങ്ങളെ തടവിലാക്കാൻ പോവുക. പക്ഷെ നീ സഹിക്കാനുള്ളതൊന്നും പേടിക്കണ്ട, ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് തരും? ജീവകിരീടം തരും. പ്രിയപ്പെട്ടവരെ, എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വായിക്കുന്നത് എന്തെല്ലാമാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്.
പിശാചിനോട് എങ്ങനെയാണ് എതിർത്ത് നിൽക്കേണ്ടതെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് നാം ചെയ്യേണ്ടത്? അപ്പോൾ നിശ്ചയമായിട്ടും ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, പിശാചിനോട് എതിർത്ത് നിൽക്കുന്നുവെങ്കിൽ അവൻ നമ്മളെ വിട്ട് എന്ത് ചെയ്യും? ഓടിപ്പോകും. അവൻ്റേതല്ല ഫൈനൽ വേർഡ്, അവൻ്റേതല്ല ഫൈനൽ വേർഡ്. ദൈവമാണ്, ദൈവത്തിൻ്റെ നിശ്ചയമാണ് ഏറ്റവും ഫൈനലായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമുക്ക് മാത്രമല്ല ലോകത്തിലുള്ള നമ്മുടെ സഹോദര വർഗത്തിനെല്ലാം ഇങ്ങനെയുള്ള കഷ്ടപ്പാട് ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും ഇതുണ്ട്, നമുക്ക് മാത്രം യുണീക്കായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് പത്രോസ് അപ്പോസ്തലൻ അവരോട് പറയുക. എന്നിട്ട് അങ്ങനെ നമ്മളായിരിക്കുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ഒരു റെസ്റ്റോറേഷനെ കുറിച്ച് പറയുകയാണ്. ഇങ്ങനെയുള്ളതാകുന്ന ഈ ജീവിത സാഹചര്യങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്നുള്ളത് പത്രോസ് അപ്പോസ്തലൻ അവിടെ പറയുകയാണ്. എന്തായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്? ഇവിടെ നമ്മൾ ആ അടുത്ത വാക്യത്തിൽ എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ, എന്നാൽ എന്ന് പറഞ്ഞ് അപ്പോസ്തലനായ പൗലോസ് മുകളിൽ പറഞ്ഞതിന് നേരെ അതിനൊന്ന് കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് താൻ പറയുക, എന്നാൽ നിങ്ങൾക്ക് കഷ്ടപ്പാടുകളുണ്ട്, പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അങ്ങനെ എല്ലാ നിലകളിലും നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട്. ഈ ഫാൻ ഒന്ന് വേണേ ഓൺ ചെയ്തു, ഫാൻ ഓൺ ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾക്ക് അങ്ങനെയുള്ളതാകുന്ന പ്രശ്നങ്ങളുണ്ട്, എന്നാൽ അതിൻ്റെ നടുവിൽ എങ്ങനെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയും? അതിനെക്കുറിച്ചാണ് തുടർന്ന് എല്ലാ ഫാനും ഓൺ ചെയ്ത്. അതിനെ തുടർന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവിടെ അങ്ങനെയുള്ളതാകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി ഉറച്ചു നിൽക്കുവാനായി കഴിയുന്നത്? പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ ഈ 2 വാക്യങ്ങളിൽ പത്രോസ് പറയുക. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു ചെറിയ കാലമാണ്. ഇങ്ങനെയുള്ള എല്ലാ സ്ട്രഗിളും ഇത് പെട്ടെന്ന് തീരുന്നതാണ്. അത് കുറച്ചു കാലത്തേക്കേ ഉള്ളൂ. അതായത് സ്റ്റാൻഡ് അപ്പ് ഈ സോൾജിയേഴ്സ് ഓഫ് ദ ലോർഡ് എന്ന് പറയുന്ന ഒരു ഹിം ഉണ്ട്. അതിനകത്ത് ഒരു ലൈൻ ഇങ്ങനെയാണ്, ദിസ് ഡേ ദ നോയ്സ് ഓഫ് ബാറ്റിൽ, ദ നെക്സ്റ്റ് ദ വിക്ടേഴ്സ് സോങ് എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടം, ഈ അല്പകാലം എന്ന് പറയുന്നത് ഇത് പ്രയാസമൊക്കെയുള്ള കാലഘട്ടമാണ്. എന്നാൽ നിങ്ങൾ ശരിയായിട്ടൊന്ന് ശ്രദ്ധിച്ചേ, ആ ട്രയൽ, ഈ പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ഈ പരിശോധനകൾ, ഈ ട്രയൽ ഇതെല്ലാം അല്പകാലത്തേക്കേ ഉള്ളൂ. പിശാചും ലോകവും എല്ലാം നമുക്കെതിരാ, പക്ഷെ ഇത് അല്പകാലത്തേക്കേ ഉള്ളൂ. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, പല സന്ദർഭങ്ങളിലും നമുക്കത് നമ്മുടെ ഈ ജീവകാലത്ത് തോന്നുകയില്ലെന്നുള്ളതാ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വസ്തുത. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ കാലഘട്ടമൊക്കെ പെട്ടെന്ന് തീരുന്നതാണ്. ഞാൻ വളരെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ചില പ്രസംഗങ്ങളിൽ ഒരാൾ ഫ്രാൻസിസ് ചാൻ എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, അദ്ദേഹം കാര്യങ്ങളെ ഇലസ്ട്രേറ്റ് ചെയ്ത് പറയാൻ ഒരു പ്രത്യേക കഴിവ് തനിക്കുണ്ട്. ഈ അല്പകാലം എന്നുള്ളത്, അതായത് നൊടി നേരത്തേക്കൊക്കെ ഉള്ളത് എന്നുള്ളത് ഒരിക്കൽ ഇലസ്ട്രേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ കണ്ടു. ഒരു വലിയ റോപ്പ്,
അദ്ദേഹം കൊണ്ടുവന്നു. അതിൻ്റെ അറ്റം അല്പം ഒരു ചെറിയ കളർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ വലിയ റോപ്പ് കാണിച്ചേച്ച് അതിൻ്റെ അറ്റം കാണിച്ചേച്ച് പറഞ്ഞു, നിത്യതയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ആ ചെറിയ കാലഘട്ടം മാത്രം. ഇത് അല്പകാലത്തേക്ക്. നിത്യതയുമായിട്ടുള്ള കമ്പാരിസണിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്താ? ഇത് വളരെ ചെറുതാണ്. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുക ദൈവമക്കളോട്, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾ തനിയല്ല, ലോകത്തിലുള്ള നിങ്ങളുടെ സഹോദരവർഗത്തിനും ഇതേ കഷ്ടപ്പാടുകൾ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതേസമയം ഒന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് അല്പകാലത്തേക്കേ ഉള്ളൂ. ഇത് അല്പകാലത്തേക്കേ ഉള്ളൂ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങളിൽ നമ്മൾ ഇത് തന്നെയാണ് വായിക്കുന്നത്. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവമക്കൾ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി ഉറച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അല്പകാലത്തേക്കേ ഇതുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ ചില ജീവിത സാഹചര്യങ്ങൾ പെട്ടെന്ന് ദൈവം അതിനൊരു റെസ്റ്റോറേഷൻ തന്നിരിക്കും. ചിലപ്പോൾ ഒരു ജീവിതകാലം മുഴുവനായിരിക്കും. പക്ഷെ ദൈവത്തിന് അറിയാം അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. എങ്കിലും പത്രോസ് പറയുകയാണ്, നിത്യതയുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇതെന്താ? ഇത് അല്പകാലത്തേക്കേ ഉള്ളൂ. ദിസ് ഈസ് എ ട്രാൻസിയന്റ് പീരീഡ്. എൻ്റെ പ്രിയ ഭാര്യ എപ്പോഴും എന്നോട് പറയാറുള്ളൊരു കാര്യമാണ്, ഇറ്റ് വിൽ സൂൺ ബി ഓവർ. പലപ്പോഴും എന്നോട് പറയാറുള്ളതാകുന്നൊരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഇറ്റ് വിൽ സൂൺ ബി ഓവർ. പെട്ടെന്ന് തീർന്നു പോകും. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായിട്ട് നിൽക്കാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഇത് അല്പകാലത്തേക്കേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. രണ്ടാമതായിട്ട്, അപ്പോൾ നിത്യതയുമായിട്ടുള്ള കമ്പാരിസൺസ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. ഇത് അല്പകാലത്തേക്കുള്ളതാണ്. രണ്ടാമതായിട്ട് അവിടെ പറയുന്നതാകുന്ന ഒരു കാര്യം, ദൈവത്തെക്കുറിച്ചുള്ളതാകുന്ന ഒരു കാഴ്ചപ്പാട്. ഒന്ന്, ഈ കാലഘട്ടം അല്പകാലത്തേക്കുള്ളതാണെങ്കിൽ, രണ്ടാമത്തെ കാര്യം അവിടെ പൗലോസ് പറയുന്നത്, സർവ കൃപാലുവായ ദൈവം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപ നമ്മെ നിലനിർത്തുവാൻ കഴിയാത്ത ഒരു ജീവിത സാഹചര്യവും ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നില്ല. My grace is sufficient for you and my strength is made perfect in your weakness. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ ജീവിതത്തിൽ. അത് ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സർവകൃപാലുവായ ദൈവം. God of all grace, the God of all grace. ദൈവത്തിൻ്റെ കൃപയെന്നുള്ളത് നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ഓരോ ദിവസവും നമ്മളെ നിലനിർത്തുന്നത് എന്താ? ദൈവത്തിൻ്റെ കൃപയാണ്. അതാ പൗലോസ് പറഞ്ഞത്, ഞാനാകുന്നത് കൃപയാലാകുന്നു. ഞാനാകുന്നത് കൃപയാലാകുന്നു എന്ന് വെച്ചാൽ തൻ്റെ ജീവിതത്തിൽ താനൊന്നും ദൈവം തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതിന് മുകളിൽ പറയുന്നു, ഞാൻ എല്ലാവരെക്കാളും ഒക്കെ അധ്വാനിച്ചു, ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തു, ഒക്കെ ശരിയാ, പക്ഷെങ്കിൽ ഞാനാകുന്നത് എന്താ? കൃപയാലാകുന്നു. ദൈവത്തിൻ്റെ കൃപയ്ക്ക് നമ്മളെ സസ്റ്റെയിൻ ചെയ്യുവാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് God of all grace എന്ന, God of all grace. ആ ദൈവം നമ്മെ നിലനിർത്തും. മൂന്നാമതായിട്ട് അവിടെ നമ്മൾ കാണുന്നതാകുന്ന ഒരു കാര്യം, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യതേജസ്സിനായി
വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം. അപ്പോൾ ദൈവം നമ്മളെ എന്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്? ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുകയാണ്. വേദപുസ്തകം അതാണ് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വാട്ട് റിയലി മാറ്റേഴ്സ്, കാണുന്നത് താൽക്കാലികമെങ്കിൽ കാണാത്ത റിയലായിട്ടുള്ള കാര്യം അതാ നിത്യ തേജസ്. കാണുന്നത് താൽക്കാലികം, കാണാത്തത് എന്താ? നിത്യം. ഇത് റിയൽ അല്ല, പക്ഷെ റിയലായിട്ടുള്ളതിനു വേണ്ടി നിങ്ങളെ എന്ത് ചെയ്യുക? വിളിച്ചിരിക്കുക. അപ്പൊ ജീവിതത്തിലെ അങ്ങനെയുള്ള പ്രയാസഘട്ടങ്ങളിൽ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായിട്ട് നമുക്ക് നിൽപ്പാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിനൊക്കെ വ്യത്യാസം ഉണ്ടാകണം. ദൈവം നമ്മളെ വിളിച്ചത് നിത്യ തേജസ്സിനു വേണ്ടിയിട്ടാണ് വിളിച്ചേക്കുന്നത്. നിത്യ തേജസ്സിനു വേണ്ടിയിട്ടാണ് വിളിച്ചേക്കുന്നത്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവേശുവിലുള്ള പരമവിളിയുടെ ലാക്കിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവിങ്കലുള്ള കൂട്ടായ്മയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ദൈവം നമ്മളെ അശുദ്ധിക്കല്ല, വിശുദ്ധിക്കത്രേ വിളിച്ചിരിക്കുന്നത്. ഇതിനൊക്കെയാ കർത്താവ് വിളിച്ചേക്കുന്നത്. അല്ലാതെ ഇവിടെ ഒന്ന് വെച്ചാൽ 10 തരാൻ വേണ്ടിയിട്ടൊന്നുമല്ല ദൈവം വിളിച്ചേക്കുന്നത്. അതൊക്കെ ഫോൾസ് ഗോസ്പലാ. അങ്ങനെയുള്ളൊരു ഗോസ്പൽ ഇല്ല. നിങ്ങൾ ചിലരൊക്കെ എന്നെ അന്താളിച്ച് നോക്കുന്നു. അങ്ങനെ ഇല്ല. പ്രത്യേകിച്ച് ഞാൻ ഈ ഗോസ്പലിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ നോക്കേണ്ടത്. ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് ഇത് പ്രസംഗിക്കും, ഇവളുടെ ഓർമ്മയ്ക്കായിട്ട് പറയുമെന്ന് പറഞ്ഞു. ആരെ കുറിച്ച് പറഞ്ഞെന്നറിയാം? മറിയെ കുറിച്ച്. ഇവളുടെ ഓർമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? സുവിശേഷം പ്രസംഗിക്കുന്നിടത്തല്ല മറിയെ കുറിച്ച് പറയാറുണ്ട്. അതല്ല അതിൻ്റെ അർത്ഥം. പിന്നെ എന്താ? അവിടെ താഴോട്ട് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ 2 പേരെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്. ഒന്ന് മറിയയാണ് അവിടുത്തെ പ്രോമിനന്റ് ക്യാരക്ടർ. അടുത്ത പ്രോമിനന്റ് ക്യാരക്ടർ യൂദായ. രണ്ടും ഭയങ്കര കോൺട്രാസ്റ്റാ. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കോൺട്രാസ്റ്റാ. ഒരാൾ വന്നിട്ട് ഏറ്റവും വിലയേറിയത് കർത്താവിൻ്റെ മേൽ അലബാസ്റ്റർ ജാർ പൊട്ടിക്കുക, അത് ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ withholding nothing, pouring out the whole thing on the Lord. മറ്റവന്റെ ചിന്ത എന്നാ? കർത്താവിനെ വിറ്റേച്ച് എത്ര കിട്ടും? 2 രീതിയിലുള്ള സുവിശേഷ. മറ്റേത് സമൃദ്ധിയുടെ സുവിശേഷവും, ഇത് ദൈവരാജ്യത്തിന്റെ സത്യസുവിശേഷം. സത്യസുവിശേഷം എന്താ പറയുന്നത്? കം ഫോളോ മീ, കം ആൻഡ് ഡൈ. എൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക. പക്ഷെ അനുഗമിക്കുന്നത് കൊണ്ട് ആത്യന്തികമായിട്ട് നഷ്ടമൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ജിം എലിയറ്റ് ഒരിക്കൽ പറഞ്ഞത്, ആ ചെറുപ്പക്കാരൻ 20കളിൽ ഇക്കഡോറിലേക്ക് പോയപ്പോഴേ അദ്ദേഹത്തെ പലരും നിരുത്സാഹപ്പെടുത്തി. നല്ല പ്രോമിസിങ് ഫ്യൂച്ചറുള്ള ഒരു മനുഷ്യനാണ്. യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴാണ് ആ 4 പേര് നെറ്റ് സെയിൻറ്റും ജിം എലിയറ്റും ഒക്കെ ഇക്കഡോറിലേക്ക് പോയി. അപ്പോൾ ചിലരൊക്കെ പല കാര്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി വളരെ ഫേമസ്. ഹി ഈസ് നോ ഫൂൾ ഹു ഗിവ്സ് വാട്ട് ഹി കനോട്ട് കീപ് ടു ഗെയിൻ വാട്ട് ഹി കനോട്ട് ലൂസ്. അതായത് നഷ്ടപ്പെടുവാൻ കഴിയാത്ത ഒന്നിനു വേണ്ടി നഷ്ടമാകുന്ന ഒന്നിനെ നഷ്ടപ്പെടുത്തുന്നവൻ ഭോഷനല്ല. മനസ്സിലായോ? നഷ്ടപ്പെടുത്താൻ കഴിയാത്ത ഒന്നിനു വേണ്ടി നഷ്ടമാകുന്ന ഒന്നിനെ. എന്താ നഷ്ടമാകുന്നത്? ഇത് എത്ര കീപ്പ് ചെയ്താലും നഷ്ടമാകും, ഇല്ലേ? എത്ര കീപ്പ് ചെയ്താലും, എന്തെല്ലാം ചെയ്താലും, ഒന്നീ ഹാർട്ട് അറ്റാക്ക് അല്ലെ ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക് അല്ലെ ക്യാൻസർ അല്ലെ എന്തെങ്കിലും, എന്തൊക്കെ ചെയ്താലും നഷ്ടമാകും.
പക്ഷെങ്കിൽ നഷ്ടമാകാത്ത ഒന്നുണ്ട്. കർത്താവ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും തരാമെന്ന് പറഞ്ഞിട്ടില്ല. ഉണ്മാൻ കൊടുക്കാനും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിക്കുള്ളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഉണ്മാനും ഉടുക്കാനും കൂടുതൽ നമുക്കുണ്ടോ? ബോണസാ. ഇപ്പം നമുക്കൊക്കെ എന്ത് ബോണസാ ഇല്ലേ? ഇല്ലേ? എത്ര ബോണസാ കിട്ടിയത്? ആ ഓർത്ത് സ്തോത്രം ചെയ്തു. ഇല്ലാത്തതിനെ കുറിച്ച് ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കാതെ ഈ ബോണസ് കിട്ടിയത് ഓർത്ത് സ്തോത്രം ചെയ്തു. അതുപോലും ഇല്ലാത്ത എത്രയോ പേരുണ്ട്. ഒന്ന് കർത്താവ് പറഞ്ഞു, എന്താ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പക്ഷേ ആശ്വസിപ്പിക്കും. വേറൊരു കാര്യമുണ്ട്, എൻ്റെ മുഖം എടുത്തിട്ട് എന്നോട് പഠിക്കണം. അതിനൊരുക്കും അതിനാ കർത്താവ് വിളിച്ചേക്കുന്നത്. കം ഫോളോ മീ, കം ആൻഡ് ഡൈ, കം ആൻഡ് ഡൈ. He bids him. ബോൺഹോഫർ പറഞ്ഞ ഒരു കാര്യം, when Christ calls a man, he bids him come and die. ക്രിസ്തു ഒരുവനെ വിളിക്കുമ്പോൾ ജീവിക്കാനല്ല വിളിക്കുന്നത്, പിന്നെ എന്താ? കം, മരിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ ക്രൂശ് എടുത്ത്. ക്രൂശ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്രൂശ് എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിൽ ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരണമെന്ന അർത്ഥം. പക്ഷെങ്കിൽ ഈ ലോകത്തിൽ എന്റെ നിമിത്തം ജീവനെ കളയുന്നവൻ എന്തോ കിട്ടും? നിത്യജീവനെ കിട്ടും. നിത്യജീവനെ കിട്ടും. അതാ കർത്താവ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്, നമ്മളെ എന്തിനു വേണ്ടിയിട്ടാ വിളിച്ചത്? ഇവിടെ എന്തെങ്കിലും കിട്ടാമെന്ന് പറഞ്ഞിട്ടല്ല വിളിച്ചത്, ഇവിടെ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടല്ല വിളിച്ചത്. ഞാൻ പറയുന്നല്ലോ, ഇവിടെ നമ്മുടെ ഈ പ്രോമിസ് ചെയ്തതിന്റെ അപ്പുറം കിട്ടുന്നതെല്ലാം ബോണസാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ട് ക്രിസ്തുയേശുവിൽ അവിടുത്തെ മഹത്വത്തിൽ. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എന്താ? നീഡ്സ് ആണ്. My God shall supply all your needs. നീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്താവശ്യമുണ്ടോ, അല്ലെ നമ്മുടെ ഒരു ഗിവൺ സിറ്റുവേഷനിൽ നമുക്ക് എന്താ ആവശ്യം, അതെന്ത് ചെയ്യും? അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ വാഗ്ദത്തം ചെയ്തേക്കുന്നത് എന്താ? വാഗ്ദത്തം എന്താ? വാഗ്ദത്തം നിത്യജീവന, സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുവാനാണ് ഈ ലോകത്തിലുള്ള ധനവാന്മാരോട് ആജ്ഞാപിച്ചോളാനാണ് പൗലോസ് തിമോഥെയോസിനോട് എഴുതുമ്പോൾ പറയുന്നത്. ട്രൂ ലൈഫിനെ പിടിച്ചു എന്നാ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് നമ്മളെ എന്തിനാ വിളിച്ചത്? ദാറ്റ് വിച്ച് റിയലി കൗണ്ട്സ്, ദാറ്റ് വിച്ച് റിയലി ലാസ്റ്റ് ഫോർ എവർ. സത്യത്തിൽ മൂല്യമുള്ള ഒന്നിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. നിലനിൽക്കുന്ന ഒന്നിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. അങ്ങനെ നിലനിൽക്കുന്ന ഒന്നിനെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നത് കൊണ്ടാണ് എബ്രായ വിശ്വാസികൾ, ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്നൊരു വാക്യ, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിപ്പാൻ കഴിഞ്ഞത് നിത്യതയെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, നിത്യ തേജസ്സിനായിട്ട് നിങ്ങളെ വിളിക്കുന്ന ആ ദൈവം. ഇനിയും നാലാമതായിട്ട് ഒരു കാര്യം കൂടെ അവിടെ നമ്മൾ കാണുകയാണ്. ഈ ദൈവം വിളിച്ചേച്ച് ഇടയ്ക്കിട്ടേച്ച് പോകുന്ന ആളൊന്നും അല്ല. ഈ ദൈവം എന്ത് ചെയ്യുന്നയാളാ? ആ ദൈവം തന്നെ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ആ ദൈവം നിങ്ങളെ വരാൻ വിളിച്ചേച്ച് വന്നേര്
നമുക്ക് അവിടെ കാണാം എന്ന് പറയുന്ന ദൈവമല്ല. ആ ദൈവം കൂടെയുള്ള ദൈവമാണ്. ആ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ആ ദൈവം തന്നെ നിങ്ങളെ എന്ത് ചെയ്യും? ഉറപ്പിക്കും. നിങ്ങളെ ദൈവം എന്ത് ചെയ്യും? യഥാസ്ഥാനപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിശാചിന്റെ ഈ തന്ത്രങ്ങളിൽ നിങ്ങൾക്ക് സ്ഥാനചലനം വന്നിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടണ്ട. ആ ദൈവത്തിങ്കലേക്ക് ചെല്ല്. നിങ്ങളെ നിത്യ തേജസ്സിനായി വിളിച്ച് ആ ദൈവം തന്നെ നിങ്ങളെ എന്ത് ചെയ്യും? സ്ഥാനചലനം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുമെന്ന്. കാരണം ആ ദൈവം എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്. നമ്മെ കൈവിടുന്നവനല്ല. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവിടുന്ന് തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആ ദൈവം നിങ്ങളെ എന്ത് ചെയ്യും? യഥാസ്ഥാനപ്പെടുത്തും. ആ ദൈവം നിങ്ങളെ എന്ത് ചെയ്യും? ഉറപ്പിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളെ പെർഫെക്റ്റ് ചെയ്യും, നിങ്ങളെ എക്വിപ്പ് ചെയ്യും, നിങ്ങളെ റിപ്പയർ ചെയ്യും. ആ കേട് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ദൈവം എന്ത് ചെയ്യും? ആ കേടൊക്കെ മാറ്റും. നിങ്ങൾക്ക് മുൻപോട്ട് യാത്ര ചെയ്യുവാനുള്ള ശക്തി ഈ ദൈവം തരും. ഈ ദൈവം നിങ്ങളെ ഉറപ്പിച്ച് ബലപ്പെടുത്തും. കാരണം ദൈവം മുതൽ മുടക്കിയതാ. സ്വന്തം പുത്രന്റെ ചങ്കിലെ ചോര കൊടുത്ത് വിലയ്ക്ക് മേടിച്ച് വിളിച്ചത് കൊണ്ട് പുറകെ ഇറങ്ങി പുറപ്പെട്ടു. എന്നിട്ട് ഇടയ്ക്ക് വിട്ടേച്ചു പോകുകയില്ല. ആ ദൈവം കൂടെയുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ ഉറപ്പിക്കുവാൻ, നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, നിങ്ങളെ കൺഫേം ചെയ്യുവാൻ, നിങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ ഈ ദൈവം ഉണ്ട്. വീട്ടിലെത്തും വരെയും തോളിലേന്തുവാൻ, സ്നേഹ കയ്യിൽ താങ്ങുവാൻ ഈ കർത്താവ് നമ്മോടൊപ്പം കൂടെയുണ്ട്. അപ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കളോട് ഈ ക്രിസ്തു ഭക്തൻ, ഈ അപ്പോസ്തലൻ പറയുകയാണ്, ഈ ദൈവം തന്നെ നിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങളെ ഉറപ്പിച്ച്, നിങ്ങളെ ബലപ്പെടുത്തും, നിങ്ങളെ ശക്തീകരിക്കും. എന്നിട്ട് അതിൻ്റെ കൺക്ലൂഡിങ് പോർഷനിലേക്ക് വരുമ്പോൾ താൻ പറയുകയാണ്, നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സത്യകൃപയിലാകുന്നു എന്ന് സാക്ഷീകരിച്ചും കൊണ്ട്. ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ രണ്ട് കാര്യം പറയുക. ഒന്ന്, നിങ്ങളെ പ്രബോധിപ്പിക്കുക. പ്രബോധന വചനങ്ങൾ, അനേക കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലേഖനത്തിൽ പറഞ്ഞ അനേക കാര്യങ്ങൾ താൻ പറയുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ ഈ സത്യകൃപയിലാകുന്നു നിങ്ങൾ നിൽക്കുന്നത്. ഈ സത്യകൃപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആ വലിയ കൃപയാണ്. മുകളിൽ ആ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളെയും ഉൾപ്പെടുത്തി വെച്ച് പറയുകയാണ് ഈ സത്യകൃപ. ഈ സത്യകൃപ നിങ്ങളെ ഉറപ്പിച്ച് നിർത്താനുള്ള ആ സകല എക്വിപ്മെന്റ്സും ആ കൃപയിലുണ്ട്. അതുകൊണ്ടാണ് തീത്തോസിന്റെ ലേഖനം എഴുതുമ്പോൾ താൻ പറയുന്നത്, ആ ദൈവകൃപ സകല മനുഷ്യർക്കും രക്ഷാകാരണമാകുന്ന ദൈവകൃപ മുദിച്ചുവല്ലോ. ആ ദൈവകൃപ എന്ത് ചെയ്യും? ആ ദൈവകൃപ തീത്തോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, അതിന്റെ 13. ആ ദൈവകൃപ എന്ത് ചെയ്യും? ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി. അപ്പോൾ ഈ കൃപ, ഈ സത്യകൃപ നിങ്ങളെ നിലനിർത്തുന്ന ദൈവകൃപയാണ് എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്. അത് മാത്രമല്ല, അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ താൻ പറയുകയാണ്, ചിലരെ എടുത്തെഴുതുക. സിൽവാനോസ് എന്ന് പറയുന്നത് ശീലാസിനെ കുറിച്ചാണ്.
അനേക വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ശീലാസ് എന്ന് പറയുന്ന അല്ലെ സിൽവാനോസ് എന്ന് ഇവിടെ പത്രോസ് അപ്പോസ്തലനും പൗലോസും സിൽവാനോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ശീലാസിനെ കുറിച്ച്. എന്നാൽ ലൂക്കോസ് മാത്രം അപ്പോസ്തല പ്രവൃത്തിയിൽ ശിലാസ് എന്നുള്ള ആ ഷോർട്ട് ഫോമാണ് ഉപയോഗിച്ചേക്കുന്നത്. എനിവേ, ഇവിടെ ശിലാസ് എന്ന് പറയുന്ന ഈ ദൈവ ഹൃത്യൻ നമുക്കറിയാം, അദ്ദേഹം കടന്നുപോയതാകുന്ന ജീവിത സാഹചര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയുണ്ട്. ഫിലിപ്പിയില് കാരാഗ്രഹത്തില് ആമത്തിലിട്ട് അവരെ തടവിലായിരുന്നപ്പോൾ രാത്രിയിൽ അവർ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ അങ്ങനെയുള്ളതാകുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്. രണ്ടാമത് മർക്കോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവരെ കുറിച്ചെല്ലാം പറയുകയാണ്, ബാബിലോണിലുള്ള സഹവൃതയായ സഭയും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. ഇവിടെ ബാബിലോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് റോമിലുള്ള ദൈവസഭയെ കുറിച്ചാണ്. അപ്പോൾ നിശ്ചയമായിട്ടും അതിനെക്കുറിച്ച് പല ചിന്തകളുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എങ്കിലും അവസാനം താൻ പറഞ്ഞു നിർത്തുന്നതിലാണ്, ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. നോക്കുക, ക്രിസ്തുവിലുള്ള. അപ്പോൾ ട്രബിൾഡ് മൈൻഡ്സിന്, അവര് പുറത്തും അകത്തുമൊക്കെ പീഡനം അനുഭവിക്കുമ്പോൾ പറയുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായിരിക്കുന്നുവെങ്കിൽ അവനെന്തുണ്ട്? സമാധാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ചുറ്റുപാടുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സമാധാനമില്ല. പക്ഷേ ക്രിസ്തുവിൽ എന്തുണ്ട്? സമാധാനമുണ്ട്. തീരാത്ത സൗഭാഗ്യം, സമാധാനം. എന്നാൽ ക്രിസ്തു ഉള്ളവനെ പോലെ ഇത്രമാ സമാധാനം ആർക്കാ ഉള്ളത്? എന്തിനാകുലം കലരുന്നൻ മനമേ. അപ്പോസ്തലനായ പൗലോസ് തന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ആ ഹീബ്രു ഗ്രീറ്റിംഗ് വേർഡ് ഷാലോം, ഷാലോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വെൽബീയിങ്ങിനെ കുറിച്ച്. ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ അവന്റെ അനുഗ്രഹം എന്താ? ആ വീണ്ടെടുപ്പ് മുഖാന്തരം എന്തെല്ലാം അനുഗ്രഹങ്ങൾ അവനുണ്ടോ അതെല്ലാം ക്രിസ്തുയേശുവിൽ കൂടെ. ഈ അനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചുവല്ലോ. സ്തോത്രം. ഇന്നത്തെ രാത്രി സമയം നമ്മൾ ഈ ലേഖനത്തിന്റെ പഠനം അവസാനിപ്പിക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധാനത്തിൽ സമർപ്പിച്ച്, നമ്മൾ പഠിച്ചതാകുന്ന ഈ ലേഖനം ദൈവസഭയ്ക്ക് എഴുതപ്പെട്ടതാണ്. എല്ലായിടത്തുമുള്ള എല്ലാ വിശുദ്ധന്മാർക്കും വേണ്ടി എഴുതിയതാണ്, നമുക്ക് വേണ്ടിയും എഴുതിയതാണ്. ഒരു പക്ഷെങ്കിൽ ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഒന്നുകിൽ ഇതിൽ കൂടെ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയവരുണ്ട്, അല്ലെങ്കിൽ ഇനിയും അത് അനുഭവിപ്പാനിരിക്കുന്നവരുണ്ട്. ഏതു വിധത്തിലുമാകട്ടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മെ അവസാനത്തോളം കൊണ്ടുചെന്നെത്തിപ്പാൻ ദൈവത്തിന് കഴിയും. ദൈവം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ ഉറപ്പിച്ച് ശക്തീകരിക്കുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന, നമുക്ക് ശക്തി പകരുന്ന ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി പിശാചിനോട് നമുക്ക് എതിർത്ത് നിൽക്കാം. ദൈവം അതിന് കൃപ തരട്ടെ. ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.